സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യത. ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയാണ് മുന്നറിയിപ്പ്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അതിശക്തമായ മഴ, കാറ്റും ഒക്കെ ചേർന്ന് അതിശക്തമായ മഴ തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഹാഷ്മി, തീർച്ചയായും അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതൊന്ന്, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, അറബിക്കടലിൽ കേരള തീരത്ത് ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റഡാർ ഡാറ്റ പ്രകാരം കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ പരമാവധി 45 മുതൽ 65 കിലോമീറ്റർ വരെ വേഗത പടിഞ്ഞാറൻ കാറ്റ് കൈവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും മലയോര മേഖലയിലും കൂടുതൽ ജാഗ്രത വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കും എന്നുള്ളതാണ് പ്രവചനം. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്കാണ് ഈ ജില്ലകളിൽ സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. സമാനമായി തന്നെ വടക്കൻ കേരളത്തിലെ കൂടുതൽ ജില്ലകളിൽ നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കാരണം അറബിക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഒപ്പം കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന പ്രവചനമുണ്ട്. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അശ്വിൻ, ഓക്കെ. അപ്പോൾ അങ്ങനെ പെരുമഴയാണ്. ഈ പറയുന്ന പോലെ കാറ്റും അതിനനുബന്ധ പരിപാടികളും ഉണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ സൂക്ഷിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം.